ആസിഫ് 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 ആസിഫിൽ ഇങ്ങനെ നിറഞ്ഞാടിയ ഒരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താരമായിട്ടല്ല, ഒരു അഭിനേതാവായിട്ട്, ഒരു കഥാപാത്രമായിട്ട്, രഘുവായിട്ട്. കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പുള്ളി ഇങ്ങനെ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ നിറഞ്ഞ് നിൽക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ആ ക്യാരക്ടറിനെ കുറിച്ച് പറയാനുണ്ടെന്നറിയോ. ആ ആർട്ടിസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുള്ള എഫേർട്ട് ആൻഡ് സംവിധായകനടക്കം ഇതിൽ കൊടുത്തിട്ടുള്ള ഒരുപാട് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പുകഴ്ത്തി പറയാനുണ്ട്. ലെവൽ ക്രോസ് എന്ന സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ആദ്യമേ പറയട്ടെ, ചങ്കൂറ്റമുള്ള ഒരു സംവിധായകൻ്റെ സിനിമ എന്ന് ഇതിനെ വിളിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ഒരു സംവിധായകൻ്റെ ആദ്യത്തെ സിനിമയാണ്. പൊതുവെ അങ്ങനെ ഒരു സിനിമ സംഭവിക്കുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടൊക്കെയുള്ള ഒരു അറിവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഹിറ്റാവുമെന്ന് തോന്നുന്ന, ആളുകൾ കയറാൻ കൂടുതൽ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു കൊമേഴ്ഷ്യൽ പരിപാടി പിടിക്കുക, എന്നിട്ട് അതിന് ശേഷം നമ്മൾ വന്നത് ഏത് ടൈപ്പ് ഓഫ് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അതിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ തൻ്റെ ആദ്യത്തെ സിനിമയിൽ തന്നെ തൻ്റെ പേരിനോടൊപ്പം ഇഷെന്നും കൂടി ചേർത്തിട്ട് ഇതെൻ്റെ സിനിമയാണ് എന്ന് മാർക്ക് ചെയ്താണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. സംവിധായകൻ്റെ സിനിമയാണെന്ന് പറഞ്ഞിട്ട് എനിക്കത് വല്ലാത്തൊരു കോൺഫിഡൻസ് ആയിട്ട് തോന്നി. പുള്ളിക്ക് ആ കോൺഫിഡൻസ് ആവാം, കാരണം പുള്ളി കൂടി ചേർന്ന് തിരക്കഥ ഒരുക്കിയിട്ടുള്ള ഒരു സിനിമ നമ്മുടെ ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ സിനിമയുടെയൊക്കെ ഒരു പേസിൽ നിന്ന് മാറി, എന്ന് വെച്ചാൽ വലിയ അവാർഡ് പടമായിപ്പോയി എന്നൊന്നും അല്ല പറയുന്നത്. അതിൻ്റെ ഒരു ടിപ്പിക്കൽ പേസിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന സമയത്ത് പോലും സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ എന്നിലെ പ്രേക്ഷകനെ വളരെ എൻഗേജിംഗ് ആയി കൺവിൻസ്ഡ് ആയിട്ട് പിടിച്ചിരുത്താൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇനി പോസിറ്റീവ്സിലേക്ക് വന്നാൽ, ഒന്നാമത്തെ പോസിറ്റീവ് പെർഫോമേഴ്സാണ്. ഷറഫുദ്ദീൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് സമയമാണ് ഷറഫുദ്ദീൻ സ്ക്രീനിൽ വരുന്നത്. അത് വളരെ എഫക്റ്റീവായിട്ട് ഒരു ഭീകരത, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് അമല പോളിൻ്റെ അടുത്തൊരു റൂമിലേക്ക് ഇയാൾ കയറി വരുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. പേടിച്ചോന്നോ അങ്ങനെ എന്തോ ചോദിക്കുന്നത്. ശരിക്കും ആരായാലും ആ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് പോവും. ആ രീതിയിൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഷറഫുദ്ദീൻ എന്ന് പറയുന്ന പെർഫോമറിനെ ഒരു പരിധിവരെ ഉപയോഗിച്ചിട്ടുള്ളൊരു സിനിമയാണിത്. ആൻഡ് അമല പോൾ, ഈ അടുത്ത കാലത്ത് അമല പോളിനെ ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിൽ വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. കാരണം ഇതിന് മുമ്പ് വന്ന പല സിനിമകളിൽ അവർക്ക് ഒറ്റ എക്സ്പ്രഷനേ ഉള്ളൂ. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ പ്രതികാരം ചെയ്യാൻ നടക്കാമെന്നൊക്കെ പറയുന്ന പോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ സിനിമയിൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എനിക്ക് തോന്നി. ആൻഡ് അവരത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിലെ ട്വിസ്റ്റ് എലമെൻറ്റുകളിലേക്കൊക്കെ വരുമ്പോൾ ആ പെർഫോമൻസിൻ്റെ ഒരു തിളക്കം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ആസിഫ് അലിയെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ, ഇതിനകത്ത് പുള്ളിയുടെ ചെരുപ്പ് കാണിക്കുന്നുണ്ട് സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ. അപ്പോൾ ചെരുപ്പിൽ കുറേ തുളയുണ്ട്. നമ്മുടെയൊക്കെ ചെരുപ്പ് തെയ്യുക എന്ന് പറയുന്നത് ചെരുപ്പിനൊരു തേയ്മാനം വന്ന് അതിനോടൊപ്പം വിരലിൻ്റെ ഷേപ്പാണല്ലോ. ഇത് വിരലിൻ്റെ ഭാഗം കുഴിഞ്ഞാണ്ടിരിക്കുന്നത്. അയാൾ ആ എൻറ്റയർ സിനിമയിൽ കാലിൻ്റെ വിരലുകൾ ഈ ഒരു കാലിൻ്റെ ഇങ്ങനെ തറയിലേക്ക് കുത്തിപ്പിടിച്ചിട്ടാണ് നടക്കുന്നത്. അതായത് അതൊരു ഡീറ്റെയിലിംഗ് ആണ്. ഒരു ആർട്ടിസ്റ്റ് ഒരു ക്യാരക്ടറിനെ ഉൾക്കൊണ്ടിട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്. കാര്യം ഞാൻ ചെരുപ്പ് കണ്ടപ്പോൾ ആലോചിക്കായിരുന്നു, ഇതൊക്കെ ചവിട്ടി നടക്കണം, അയാൾ എന്ത് ചവിട്ടായിരിക്കും ചവിട്ടുന്നതെന്ന്. കറക്റ്റാണ്. ആൻഡ് ഇതിനകത്ത് അങ്ങേരുടെ ഒരു ചിരിയുണ്ട്, ഒരു രക്ഷയുമില്ലാത്ത ചിരി. ആസിഫ് അലിയുടെ ചിരിക്കൊരു ഭംഗിയുണ്ടല്ലോ. ആ ഭംഗിയുടെ കൂടെ അതിഭീകരമാം വിധം നിഷ്കളങ്കത വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ പറയുക, ആ ചിരിക്ക് ഒരർത്ഥമേ ഉള്ളൂ എന്ന് പറയുന്നത് പോലത്തെ ആ ഒരു ലെവലിലേക്ക് ആ ചിരിയെ കൊണ്ടുവരിക എന്ന് പറയില്ലേ, ഒരുപാടിടങ്ങളിൽ അത് സംഭവിക്കുന്നുണ്ട്. അസലായിട്ട് അങ്ങേര് അത് ചെയ്യുന്നുണ്ട്. അതായത് മനുഷ്യൻ്റെ ഏറ്റവും കോർ ഇമോഷൻസിൽ ഒന്നാണ് പുള്ളി പല ചിരികളിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. വേറെയും ചിരികളൊക്കെ ഉണ്ട്. പക്ഷേ ആ ചിരിയിൽ ആ ഒരു കോർ ഇമോഷനേ ഉള്ളൂ. അത് പ്രേക്ഷകന് കമ്മ്യൂണിക്കേറ്റ് ആവും. ആ ചിരി എടുത്ത് വെച്ച് നമ്മൾ എവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലായി ഇതിനകത്ത് ഇങ്ങനൊരു എലമെൻ്റ് ഉണ്ട് എന്നുള്ളത്. ആൻഡ് ഇയാളുടെ കൗതുകം, അതായത് സിനിമ തുടങ്ങി എത്രയോ മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആസിഫ് അലിയുടെ ആദ്യത്തെ ഡയലോഗ് വരുന്നത്. അത്രയും നേരവും നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതിനകത്തൊരു കഴുതയുണ്ട്. കഴുത അടിപൊളിയാണ്. എന്ന് വെച്ചാൽ ആ കഴുത അവരെന്തായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്നെങ്കിൽ ഇപ്പം ഞാൻ ഈ സിനിമയെ നോക്കി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആളില്ലാത്ത വിജനമായിട്ടുള്ള വളരെ വാസ്റ്റായിട്ടുള്ളൊരു പ്രദേശം, അവിടെ എന്തിനോ ആർക്കോ വേണ്ടി എന്ന് പറയുന്നത് പോലത്തെ ഒരു ലെവൽ ക്രോസ് ഉണ്ട്. അവിടെ ഒരു ചെറിയ വീട് പോലൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരാളുണ്ട്, ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അയാൾ വല്ലപ്പോഴും പോകുന്ന ട്രെയിനിന് സിഗ്നൽ കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. വല്ലപ്പോഴും ഇങ്ങോട്ടൊരു ഇൻകമിങ് കോൾ വരും, ആ കോളിന് അപ്പം ആൻസർ ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. അവിടേക്ക് ഒരാൾ വന്ന് വീഴുകയാണ്. അതായത് വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ള, ചുറ്റുപാടുകളിൽ നിന്ന് അകലം പാലിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അയാളുടെ ജീവിതത്തിൽ പലപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്, അതിനൊന്നും അവിടെ നിൽക്കാൻ സമയമില്ല. എപ്പോഴും ബഹുഭൂരിപക്ഷം സമയത്തും അയാൾ ഒറ്റയ്ക്കാണ്. അങ്ങോട്ടേക്ക് ഒരു സ്ത്രീ വന്ന് വീഴുകയാണെന്നൊക്കെ പറയുന്നത് പോലെ അതിനൊരു തീം ലെവലിലൊക്കെയാണ് ഞാൻ അതിനെ നോക്കി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയും ഇതിൻ്റെ ക്ലൈമാക്സും കഴിയുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി സംവിധായകൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് എനിക്കറിയില്ല. പക്ഷേ ആസ് എ പ്രേക്ഷകൻ സിനിമ
എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അതിൽ ഞാൻ റീഡ് ചെയ്തത് ഇങ്ങനെയാണ്. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്നും റീഡ് ചെയ്തില്ല എന്ന് വരും. ജസ്റ്റ് കുറേ ഹ്യൂമർ സീനുകളൊക്കെ കണ്ടു, അവസാനം വന്നപ്പോൾ നല്ല ത്രില്ലിംഗ് ആയിട്ടൊക്കെ വന്നല്ലോ, പക്ഷേ ലാസ്റ്റ് എന്തായിരുന്നു സംഭവം, കിളി പാറിപ്പോയി എന്നായിരിക്കും തോന്നുന്നത്. പക്ഷേ കിളി പാറലിനൊരു സുഖം ഉണ്ടാവും. ഇനി അതല്ല, ഞാൻ ഈ ചെയ്യുന്ന പോലെ സിനിമകളെയൊക്കെ റീഡ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനും ഒരു സുഖം ഉണ്ടാകും. ഈ സിനിമ നമ്മളെ ഞാൻ ഇങ്ങനൊരു സിനിമ ഉണ്ട് സമയം കളഞ്ഞല്ലോ എന്ന് പറയുന്ന ഒരു നിരാശയിലേക്ക് ഒരു കാരണവശാലും എത്തിക്കുന്നില്ല. അതിൽ ഈ പറയുന്ന ആസിഫ് അലിയുടെ പെർഫോമൻസിനൊരു വലിയ പങ്കുണ്ട്. ദൂരെ ഒരു ഗ്രാമത്തിലുള്ള കിണർ, അത്രയും ദൂരെ നിന്ന് ഇങ്ങോട്ട് വെള്ളം കൊണ്ടുവരുന്നു, ഇതിലൊക്കെ ഒരുപാട് എലമെൻറ്റുകളാണ്. അങ്ങനത്തെ ഡീറ്റെയിലിങ്സും ആ ആംബിയൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൂഡുണ്ട്. മറ്റൊന്ന് ഇതിൻ്റെ മ്യൂസിക്കാണ്. വിശാൽ ചന്ദ്രശേഖർ ചെയ്തിട്ടുള്ള മ്യൂസിക്കാണ്, ഗംഭീരമായിരുന്നു. ചില സീനുകളിലൊക്കെ അത് നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവും. ആ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന മൂഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിൽ നമ്മൾ ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്, ഒരു കഥയുടെ തന്നെ പല പെർസ്പെക്റ്റീവ് കാണുന്നുണ്ട്. ഇതിൽ ഏതാണെന്ന് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന മൊമെൻറ്റുകളുണ്ട്. ഇതിനൊക്കെ കൃത്യമായിട്ട്, അതായത് അതത് മൂഡിൽ, ഇപ്പം ഞാനൊരു കഥ നിങ്ങളോട് പറയണം എൻ്റെ കഥയാണെന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അത്രയും സമയം അത് സത്യമാണെന്ന് വിശ്വസിക്കണമല്ലോ. അങ്ങനെ വിശ്വസിപ്പിക്കാൻ ഇതിൻ്റെ വിഷ്വലിനൊരു വലിയ പങ്കുണ്ട്, അതുപോലെ തന്നെ മ്യൂസിക്കിന് വലിയൊരു പങ്കുണ്ട്. അതിന് ശേഷം ഇത് ഉൾട്ടടിച്ച് വരുമ്പോൾ നമുക്ക് എന്ന് തോന്നണമെങ്കിൽ ആദ്യം പറഞ്ഞത് അത്രയും വിശ്വാസയോഗ്യമാണ്. അങ്ങനെ അവതരിപ്പിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. അതിൽ ഈ മ്യൂസിക്കിനൊരു വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഷ്വൽ സൈഡ്, അപ്പു പ്രഭാകരൻ്റെ ക്യാമറയാണ്, ദീപു ജോസഫിൻ്റെ എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് എടുത്തു പറയണം കേട്ടോ. അതിൽ കുറേ എലമെൻറ്റുകളുണ്ട്. അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നൊരു സീൻ എനിക്ക് പറയാൻ പറ്റില്ല, സ്പോയിലറായിപ്പോൾ. പിന്നെ ഹ്യൂമറാണ്. ചിലതൊക്കെ അവർ ഹ്യൂമറിന് വേണ്ടി ഉണ്ടാക്കിയ സീനാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. പക്ഷേ അവിടെ ഹ്യൂമർ വർക്ക് ആവുന്നുണ്ട്. കാരണം ഇവിടെ വളരെ നിഷ്കളങ്കനായിട്ടുള്ളൊരു മനുഷ്യൻ, അയാൾ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. അപ്പോൾ അയാൾ വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്ന, അതായത് നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി ചിന്തിക്കുകയും അയ്യോ ഇങ്ങനെ ഞാൻ പറയാമോ എന്നൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഇയാൾ വളരെ സിമ്പിളായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്കായാലും ഒരു ചിരി വരും. ആ ചിരിയുടെ എലമെൻറ്റുകൾ സിനിമയിലുണ്ട്. അത് തുടക്കം മുതൽ അവസാനം വരെയുണ്ട്. നല്ല രസമായിട്ട് ആളുകൾ അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് തിയേറ്ററിലുള്ളൊരു റെസ്പോൺസ് വെച്ചിട്ട് എനിക്കും തോന്നിയത്. എനിക്കും അത്യാവശ്യം രസമായിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിലെ ട്വിസ്റ്റ് ആൻഡ് ത്രില്ലിംഗ് പരിപാടികൾ അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമയെ നിങ്ങൾ റീഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേയും കൂടി അത് ഫീൽ ചെയ്യും. അല്ലാത്ത പക്ഷം എൻ്റെ അമ്മേ എന്ന് നമുക്ക് തോന്നുന്ന ഒരു കിളിപാറയ്ക്കൽ മൊമെൻ്റ് ആയിരിക്കും അത്. പിന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗർഭിണികൾ, കുട്ടികൾ, വയസ്സായിട്ടുള്ള ആളുകൾ, ഈ രക്തവും അതുപോലെ മനുഷ്യ ശരീരം ചിന്ന ഭിന്നമായി കിടക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തോന്നുന്ന ആളുകൾ ഈ സിനിമയ്ക്ക് പോകരുത് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം കില്ലെന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഇതിങ്ങനെ തല്ലിപ്പൊട്ടിച്ചിട്ടിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ കാണുന്നത്. കുറച്ചേ ഉള്ളൂ, കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് സമയം ഉണ്ടാകും. പക്ഷേ ആ സമയം ചിലപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റർബിംഗ് ആയി തോന്നുമെങ്കിൽ ഈ സിനിമ ഒഴിവാക്കാമെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ അത് ആ കഥയ്ക്ക്, ആ മൊമെൻറ്റിന് അത്രയും അത്യാവശ്യമായതുകൊണ്ടാണ് അവരത് ചെയ്തിരിക്കുന്നതെന്നാണ് ആസ് എ പ്രേക്ഷകൻ എനിക്ക് ഫീൽ ചെയ്തത്. ഞാനത് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനൊരു അത്രയും ഇതായിട്ടുള്ളൊരു സീൻ ഒരു മലയാള സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് മാത്രമാണ് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പോലെയോ അല്ലെങ്കിൽ ഈ സിനിമ കാണാൻ വേണ്ടി ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഒരു കാരണം പറയാനുള്ളത്. ബാക്കിയെല്ലാം കൊണ്ടും എന്നിലെ പ്രേക്ഷകന് ഒരു സംതൃപ്തി തന്ന സിനിമയായിട്ടാണ് എനിക്ക് ലെവൽ ക്രോസ് ഫീൽ ചെയ്തത്. ആസിഫ് അലി ഇടയ്ക്ക് ഇതുപോലത്തെ സിനിമകളൊക്കെ ചെയ്യാറുണ്ട്. ഈ വൻ പരീക്ഷണങ്ങൾ എന്നൊക്കെ പറയുന്ന പടങ്ങളിലൊക്കെ ഭാഗമാകാറുണ്ട്. ഇബ്ലീസൊക്കെ അതിനൊരു ഉദാഹരണമാണ്. അങ്ങനെ ഒരു നല്ല പുതിയ വഴി വെട്ടാനുള്ള ശ്രമം എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു പുതിയ വഴിയിൽ നടന്നു തുടങ്ങുന്ന സിനിമയാണ്. ആൻഡ് ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടപ്പോൾ വേറിട്ടൊരു അഭിപ്രായമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ചിലപ്പോൾ ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടാവും. അതെന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.